ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 8 ഓഫ് കേരള ടു കശ്മീർ ട്രിപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് ഷിംലയിലാണ്. നമ്മൾ നല്ല ഗുഡ് നൈറ്റ് സ്ലീപ്പ് ഒക്കെ കഴിഞ്ഞ് എണീറ്റ് റെഡി ആയിരിക്കുകയാണ്. സമയം രാവിലെ 11 മണി. ഇന്ന് ആക്ച്വലി സ്കൂട്ടർ ഹയർ ചെയ്തിട്ടുണ്ട്, മൊത്തം ഒന്ന് സിറ്റി ടൂർ. കാരണം ഇന്ന് വീക്കെൻഡ് തന്നെ നല്ല ബ്ലോക്ക് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിനി സ്കൂട്ടറിലായിരിക്കും ഇന്നത്തെ ഫുൾ യാത്ര. നോക്കട്ടെ. അപ്പോൾ ഷിംല സിറ്റി ടൂർ. നമ്മുടെ ബാൽക്കണിയുടെ വ്യൂ, രാവിലത്തെ വ്യൂ നേരെ ഈസ്റ്റിലോട്ടാണെന്ന് തോന്നുന്നു. ഈ സൂര്യൻ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് റൂമിലൊക്കെ നല്ല ചൂടുണ്ട്. പക്ഷെ എന്നാലും തണുപ്പാണ്. വെയിലടിച്ചില്ലെങ്കിൽ തണുപ്പാണ്. പക്ഷെ അടിപൊളി. നമ്മുടെ ഇതാണ് കേസ് നമ്മുടെ സ്കൂട്ടർ. ഇത് രണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം. കാറ് പാർക്കിംഗ്. ഇതേ നമ്മുടെ കാർ ഇരിക്കുന്നു. അങ്ങനെ ഷിംലയിലെ ഫസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, വൈസ്രോയി ലോഡ്ജ്. അപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പം ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇനിയൊരു 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ സെക്യൂരിറ്റി അടുത്ത് വെച്ചപ്പം ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇനി ഇവിടുന്ന് നടന്ന് പോകണമായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റേയുടെ ഹോസ്റ്റ് പറഞ്ഞത് ഇതിനകത്ത് നല്ലൊരു ഫുഡ് കിട്ടുന്ന കടയുണ്ടെന്നാണ്. പുള്ളിയുടെ ഫ്രണ്ട് തന്നെയാണെന്ന് പറഞ്ഞു. സോ അത് അകത്താണെന്ന് തോന്നുന്നു. അകത്തേക്ക് പോയി നോക്കാം. നമ്മളങ്ങനെ കട കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്താണ്, ഇതാണ് കാണുന്നത് വിസ്രൽ ലോഡ്ജ്. ഇതിൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് പറാട്ട എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് കട. നല്ല ഹോട്ട് ചായ ഉണ്ടെന്ന് എവിടെ പൊറാത്തയാണ് ഗൈസ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ് നമ്മുടെ സ്റ്റഫ്ഡ് ആലു പൊറാത്ത വന്നിട്ടുണ്ട്. അതുമാൻ ബട്ടറും ദഹിയും അച്ചാറും ഒക്കെ കൂട്ടി സ്റ്റഫ്ഡ് പൊറാട്ട തട്ടാൻ പോവാണ്. നോക്കട്ടെ അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടോ നോക്കാം. ടേസ്റ്റ് ഉണ്ടോ പൊളിയാണെന്ന് പറയുന്നത്. സൂപ്പറാണ്. തിമിർത്തുണ്ട്. ബ്രെഡ് പക്കോട. ഗൈസ് നമ്മൾ അങ്ങനെ വൈസ്രോയ് ലോഡ്ജിലാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഞ്ച് കഴിക്കാനായി പോയി. നല്ല ആലു പൊറോട്ടയായിരുന്നു. പിന്നെ ലൈക്ക് കേടും അച്ചാറും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവിക, അതായത് നമ്മുടെ ദേവു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നല്ല കയറ്റുണ്ടെന്ന് തോന്നുന്നു. ചെറുതായി തണുപ്പുണ്ട്. ഈ വെയിലിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നല്ല തണുപ്പാണ് ഗൈസ്. ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ കാണിക്കുന്നത് 15 ഡിഗ്രിയാണ്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് സിദ്ധാർത്ഥ വിഹാർ കോംപ്ലക്സ്. ഇനിയും ഇനി മേളിൽ കയറണം എന്നാണ് പറയുന്നത് നാഷ്. സോ ഇവിടെ മടി പിടിച്ച് അത് നിൽക്കുന്നുണ്ട്, വരാതെ മേളിൽ കയറി നോക്കിയിട്ട് പറയാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മേളിൽ പോയി നോക്കാം. ഇവിടെ ആരും ഒന്നൊന്നും പറയാനോ ചോദിക്കാനൊന്നും ആരും ഇല്ല. അങ്ങനെ കുറച്ച് മേലോട്ടൊക്കെ കയറി എന്തൊക്കെയോ ബിൽഡിങ് കാണുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അതായിരിക്കും. കുറച്ച് ദൂരം നടന്നുണ്ടെങ്കിലും ഭയങ്കര കയറ്റമാണ്. ഈ തണുപ്പത്തിങ്ങനെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നോക്കട്ടെ. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലോട്ട് നമ്മളെത്തി ഫൈനലി. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉടനെ കയറിയതുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയും ബുദ്ധിമുട്ടേ. ഇതാണ് ലോഡ്ജ്.
ഗൈസ് അങ്ങനെ നമ്മൾ വൈസ്രോയൽ ലോഡ്ജിങ് കണ്ടു കഴിഞ്ഞു തിരിച്ച് പാർക്കിങ്ങിലോട്ട് നടക്കുക. ഇനി നമ്മൾ അടുത്ത് പോകുന്ന കുഫ്രി എന്നൊരു എന്താ പറയുക അവിടെ ഒരു ലൈക്ക് അഡ്വഞ്ചറസ് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ബഞ്ചി ജമ്പിങ് പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പോയി നോക്കട്ടെ ഗൈസ്. രണ്ടുപേരും കൂടെ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ പതുക്കെ നടക്കുന്നുള്ളൂ. അമ്മാരും നടത്തമാണ് ഗൈസ്. ഷിംല പോരാ. ഷിംലയിൽ ഇനി എല്ലാ വെഹിക്കിൾസും ഡെസ്റ്റിനേഷൻ വരെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അറിയിപ്പ്. ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ്റിന് ഇത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ പറ്റുവാണെങ്കിൽ അത് നന്നായിരിക്കും. ഇത് ഭയങ്കര നടത്തമാണ് ഗൈസ്, ഭീകര നടത്തം. എവിടെയെങ്കിലും കുറച്ചും കൂടെ നടക്കാം ആക്ച്വലി സ്പീക്കിംഗ് ഇവിടം വരെ വണ്ടിയൊക്കെ പോവും. പക്ഷെ എന്തുകൊണ്ടാണ് അവർ കടത്താത്തതെന്ന് അറിഞ്ഞൂടാ. മേ ബി എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. പക്ഷെ എന്നാലും നോക്കാവുന്നതാണ്. ഏരിയയിൽ കണ്ടതാണ്. ഞങ്ങളെ കൂടെ വന്ന ഒരാൾ ഇങ്ങനെ ക്യാമറയും കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു. അവർക്ക് ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു കുഫ്രി ഒരു ഫൺ വേൾഡിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ഓഫ് റോഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി ഹയർ ചെയ്തിട്ട് വേണം. അപ്പോൾ ഇവിടെ ഗൈസ് ഞങ്ങള് അങ്ങനെ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഓപ്പൺ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയ്ക്ക് ഓപ്പൺ ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നമ്മള് ഓഫ് റോഡിങ് ആണ്. ഫൺ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അഡ്വഞ്ചർ തുടങ്ങി. കുഫ്രി അഡ്വഞ്ചർ എന്നാണ് പറയുന്നത്. ഗൈസ് എങ്ങനെയൊക്കെയാണ് നിക്കുന്നത്, ജീവൻ കാണുമെന്ന് അറിയില്ല. നമ്മളെവിടെയോ എത്തി. റിവേഴ്സിലാണോ ഇനി പോന്നെ? ഇനി തിരിഞ്ഞിരുന്ന് നമ്മള് റിവേഴ്സിൽ പോവാണ്. എന്നിട്ട് ഫ്രണ്ടിലോട്ട് കയറുവാണ്. എന്റെ മോനെ ഹയസ്റ്റ് പോയിന്റ് ആണ് കുഫ്രിയിലെന്നാണ് പറയുന്നത്. താഴെ പോയ ഷിംല. ഇവിടെ നമ്മളെ 407 പിക്കപ്പിന്റെ കാർ കാർട്ടിങ്ങിലേക്ക് എത്തി. കാർട്ടിങ് പാർക്കാണ്. സെറിലോട്ട് നോക്കൂ. ഷിംലയുടെ അതിമനോഹരമായ വ്യൂ നമുക്ക് കാണാം. സോറി എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? സൂപ്പർ. നമ്മൾ ഒരുവിധം എത്തി. ഇനി ഇറങ്ങിക്കോ. നമ്മൾ ഇനിയാണ് ശരിക്കുള്ള ഓഫ് റോഡിങ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. റോഡ് കാണിച്ചു തരാം. മെയിനായിട്ടുള്ള സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് രസമായിരുന്നു. എത്തി പാർക്കിംഗ് എത്തി. നമ്മളങ്ങനെ മേളിലെത്തി. അയ്യോ തിരിച്ചിറങ്ങാൻ വലിയ കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. മേലെ അല്ല ഈ കാണുന്നതൊക്കെ ലോക്കൽ മാർക്കറ്റാണ്. കുറേ ഫോട്ടോ പോയിന്റ്സ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിവിടെ കണ്ടൊരു സാധനം യാക്കിൻ്റെ മേലെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള
മേഡം എന്ത് ഫോട്ടോ എടുക്കും क्योंकि आपको जाना वापस ഷിംലയിലെ ഏറ്റവും ടോപ്പിലെ ഒരു കാഴ്ചയാണ് ഗൈസ്. ഇതെന്താ നോക്കട്ടെ, എന്താണ് മനസ്സിലാകുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കൾച്ചർ പ്രസൻറ്റ് ചെയ്യാൻ തോന്നുന്നത്, ലൈക്ക് ഡാൻസും ഇവരുടെ ഷിംഡ കൾച്ചറാന്ന് തോന്നുന്നു. ചെറുതായി കിതയ്ക്കുന്നുണ്ട് ഗൈസ്, കുറച്ച് കയറി വരേണ്ടി വന്നു. പക്ഷേ ഒക്കേഷാണ്, കുഴപ്പമില്ല. ഇവിടെ കുറേ സ്ട്രീറ്റ് മാർക്കറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ, ഞങ്ങൾക്ക് മറ്റേ Airbnb എന്ന് പറഞ്ഞതാണ് ആ ഹോസ്റ്റ്. ആക്ച്വലി എല്ലായിടത്തും നമ്മൾ ഡ്രോൺ പുറത്തരുത്, ചില അവിടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കണം ഗൈസ്. ഇവിടെ എന്തോ ടെലിസ്കോപ്പിക് വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ എന്താണെന്ന്. പക്ഷെ അത് പോകുന്നുണ്ട്, എന്താണാവോ. ചൈന ബോർഡർ വ്യൂ പോയിന്റ്, ടെലിസ്കോപ്പിലൂടെ നമുക്ക് ചൈന ബോർഡർ കാണാം എന്നാണ് പറയുന്നത് ഗൈസ്. ആണോ? जिसको टारगेट करना है उसको एक लेन मिलो तीनों को, फिर शूट करो. എൻ്റെ മോനെ, എൻ്റെ എനിക്ക് ഫുള്ളായി കിട്ടില്ല. എന്നാലും ഇനി വരുമെന്ന് തോന്നില്ല. ഗൈസ് ദേവ് ഭീകരമായ ഉന്നത്തിലാണ്. ഇതൊക്കെ ഗൈസ്. ഓക്കെ, നമ്മുടെ നാഷ് ഇവിടെ 5 ഗ്ലാസും ഇവിടെ എറിഞ്ഞ് വീഴ്ത്താൻ പോവാണ്. പ്രിപ്പറേഷനിലാണ്. 500 രൂപ അല്ലെങ്കിൽ 500 രൂപ പോകും, 50 രൂപ പോകും. ഓക്കെ, ഇതെങ്കിലും വീഴുന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. നല്ല അട്ടിക്കരുത്. പോയി ഗൈസ്. ഒരു ഗ്ലാസ്സിന് പോലും തട്ടിയില്ല ഗൈസ്. ഇതല്ലേ ഗൈസ് പറഞ്ഞത്. അങ്ങനെ വെറുതെ ഒരു 300 രൂപ കൊണ്ട് കളഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരാവശ്യമില്ലാണ്ട് 500 രൂപ കിട്ടും കിട്ടും. വേറൊരു ചങ്ങായി നോക്കുന്നുണ്ട് ഗൈസ്, നോക്കട്ടെ. എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് കുഫ്രി ഫാം ഹൗസിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നല്ല അടിപൊളി ഓഫ് റോഡിംഗ് ആണ്. നിങ്ങൾ നേരത്തെ കണ്ടു കാണും നമ്മൾ കയറിയത്. ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഹോണസ്റ്റ്ലി പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അഡ്വഞ്ചർ റൈഡ്സ് എന്തൊക്കെ ചെയ്യുവാണെങ്കിൽ വർത്താണ്, എന്നാലും വರ್ತല്ലെന്നാണ് ഇവർ പറയുന്നത്. ബട്ട് നല്ല പൈസയുണ്ട്, ചെറിയ റൈറ്റ്സാണ്. അപ്പോൾ ഇതേ മുകളിൽ പോകാം. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ടിക്കറ്റ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലം. അതേപോലെ കുറെ കടകള് ലൈക്ക് എല്ലാം സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് അല്ലെ ഒരു കൾച്ചർ കാണിക്കുന്നതല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. ജസ്റ്റ് പക്ക ഒരു ടൂറിസ്റ്റുകളെ പറ്റിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലം പോലെ വെച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഓഫ് റോഡിങ് അടിപൊളിയാണ്. ഇങ്ങനെ ഗൈസ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്താണെന്ന് അറിയില്ല, ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്, എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ സ്കൂട്ടർ ആയതുവരെ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്, ഇല്ലെങ്കിൽ മൂഞ്ചി ഗൈസ്. ഇതാണ് പ്രശ്നം. ഏത് അതാണോ? അതുകാരണം നമ്മൾ ഇത്രയും ബ്ലോക്ക് കണ്ടത്. ഒരു മിനിമം ഒരു 2 കിലോമീറ്റർ ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ? അറ്റത്തെ ഒരു സൈഡ് മാത്രമേ വിടുന്നുണ്ടായിരുന്നുള്ളൂ. ഗൈസ് അങ്ങനെ നമ്മൾ മോൾ റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റോ എന്താ സംഭവം? അങ്ങനെ ഗൈസ് നമ്മൾ ലിഫ്റ്റിലോട്ട് പോവുകയാണ്, മോളിലോട്ട്. ടിക്കറ്റിന് 20 രൂപയാണ് ഗൈസ്. നമ്മൾ മേലെ എത്തിയിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാ പോകണമെന്നൊരു പിടുത്തമില്ല. പക്ഷെ ഓൺ ദ വേ ടു
മോൾ റോഡ് ഷിംല അറ്റ് 6 അല്ല 6 o'clock അല്ലല്ലോ സമയം എത്രേ 7:15 ഗൈസ് 7:15 നോക്കട്ടെ അവിടുത്തെ എന്താണെന്ന് നോക്കിയിട്ട് കാണിച്ചിട്ട് അല്ല ഇനിയൊരു ലിഫ്റ്റ് പോകണം തോന്നുന്നു ഇനിയൊരു ലിഫ്റ്റോ അല്ല ഇനിയൊരു ലിഫ്റ്റ് ഉണ്ട് ഓടിക്കോ അടുത്ത ലിഫ്റ്റോടെ ലിഫ്റ്റ് ഗൈസ് ഓടിക്കോ ലിഫ്റ്റാണ് ഗൈസ് ഓടിക്കോ ഗൈസ് അങ്ങനെ അതെ രണ്ടാമത്തെ ലിഫ്റ്റ് ഇറങ്ങുവാണ് ഗൈസ് ഇനി ഇത് മൂന്നാമത്തെ ലിഫ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഒരു പിടുത്തവും ഇല്ല സീൻസ് ലൈക്ക് വി റീച്ച്ഡ് ദി മോൾ റോഡ് ഷിംല അതൊരു പമ്പൻ സർപ്രൈസ് ആയിപ്പോയി ഗൈസ് ഇങ്ങനത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ലിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ വേറൊരു റോട്ടിലോട്ട് കയറും അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വാവ് ഇതൊരു ഫുഡ് സ്ട്രീറ്റും ഇതിലോട്ടൊക്കെയാണ് ഗൈസ് കയറുന്നത് കുറേ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നുണ്ട് ഇവിടെ കുറേ ഹോട്ടൽസ് കാണുന്നുണ്ട് പിന്നെ ഖടിയന്മാരായ നാഷിനെ കാണുന്നുണ്ട് ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ഉണ്ട് വേറൊരു ഗൈസ് കാണുന്നുണ്ടോ ഇവിടെ ബാർ കുറെ ഉണ്ടെന്ന് തോന്നുന്നു ബ്രൂക്സ് ഗൈസ് നമ്മൾ മാൾ റോഡിലാണ്. അപ്പോൾ മാൾ റോഡിൽ ഉള്ള ഒരു ഫേമസ് ചർച്ചാണ് ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞിട്ട്, പണ്ടത്തെ ചർച്ചാണ്. അപ്പം അവിടേക്ക് പോവുകയാണ്. അവിടേക്ക് ഇങ്ങനെ നടന്ന് ചെറിയൊരു കയറ്റം കയറണം. മാൾ റോഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. സൂപ്പറാണ് ഗൈസ്. നമ്മുടെ എന്താ പറയുക, കോഴിക്കോട് മിഠായി തെരുവൊക്കെ പോലെ തന്നെ, പക്ഷേ ഇവിടെ ഹൈ സെറ്റപ്പിലാണ്, ഹൈ കടകളാണ്, ജ്വല്ലറിയും KFC അങ്ങനത്തെ ബ്രാൻഡ്സും ഒക്കെയാണ് ഉള്ളത്. അതാണ് മാൾ റോഡ്. വണ്ടികൾ കയറ്റി വിടില്ല, എല്ലാവരും നടക്കണം. ഇങ്ങനെ 4-5 കിലോമീറ്റർ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഇവിടെ തന്നെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. നമ്മളങ്ങനെ ഷിംല ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിരിക്കുകയാണ്. സമയം 10:30 സ്കൂട്ടി റൈഡ് ആയിരുന്നു. രാവിലെ പറഞ്ഞതുപോലെ സ്കൂട്ടിയിലായിരുന്നു ഫുള്ള് കറക്കം. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഫുള്ളി ജാക്കറ്റ്, 2-3 ലെയർ ജാക്കറ്റ്. ബിലോ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ്. അപ്പം ഷിംലയിൽ ഏകദേശം കറങ്ങാനുള്ളടത്തൊക്കെ കറങ്ങി രസമായിരുന്നു. യെസ്, ഇനി നമ്മൾ റൂമിലേക്ക് ഇപ്പോൾ പോകുന്നു. റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കുറച്ച് ചൂടായിട്ടുണ്ട് ഗൈസ്. എനിക്ക് കുറച്ച് ചൂടാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റൂമിലേക്ക് പോകുന്നു. ഡേ 8 ends here. ഗുഡ് നൈറ്റ്. നാളെ നമ്മൾ വേറൊരു ട്രിപ്പുമായി വേറൊരു ജേർണിയാണ് ഗൈസ്. അതായത് നാളെ പറയാം.